സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ കുറേ പേര് ചോദിച്ചാലും നമ്മളിപ്പോൾ എന്നും എന്താ വീഡിയോ ഇടാത്തതെന്ന്. എന്നും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടന്റ് വേണ്ടേ? അങ്ങനെ ചോദിച്ചവർക്കുള്ള വീഡിയോ ആണിത്. ഇനി 100 ദിവസത്തേക്ക് നമുക്ക് കണ്ടന്റ് ക്ഷാമവും ഇല്ല. അത് തന്നെ ബിഗ് ബോസ് ഗൈസ്. അപ്പോൾ നിങ്ങളൊക്കെ അറിഞ്ഞു കാണും, ബിഗ് ബോസ് ഈസ് ബാക്ക്. അതായത് വിവരക്കേട് ഈസ് ബാക്ക്. ഇല്ലേ അതിന്റെ പതനത്തിലേക്കാണ് പോണത്. ജയിക്കണം എന്നുള്ളതാണ്. എനിക്ക് വിഷമമുണ്ടടാ. അപ്പൊ ഇനി 100 ദിവസത്തേക്ക് നമ്മൾ കണ്ടന്റ് തപ്പി അങ്ങോട്ട് പോകണ്ട, എല്ലാ കണ്ടന്റും നമ്മളെ തപ്പി ഇങ്ങോട്ട് വന്നോളും. അപ്പൊ യൂട്യൂബിൽ ഞാൻ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ബിഗ് ബോസ് റോസ്റ്റ് വേണമെന്ന്. അപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ വേണമെന്നായിരുന്നു പറഞ്ഞത്. അപ്പൊ നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ ഇട്ട്. അപ്പോഴത്തേക്കും ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്താൽ വെല്ലിൽ ഞെക്കിയാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കഴിഞ്ഞ ബിഗ് ബോസ് അവസാനിച്ചപ്പോൾ നമ്മൾ മിസ് ചെയ്തത് ജാസ്മിൻ, ഗബ്രി അല്ല, രണ്ടുപേരുടെ വിവരക്കേടുകൾ. ജിൻഡോ അല്ല, ജിൻഡോയുടെ മണ്ടത്തരങ്ങള്. അപ്പൊ ഇനി നിങ്ങളൊന്നും വിഷമിക്കേണ്ട മക്കളെ, ബിഗ് ബോസ് ഇരട്ടി പവറല്ല, ഇരട്ടി മണ്ടത്തരങ്ങളുമായിട്ട് ഈസ് ബാക്ക്. August 3 ബിഗ് ബോസ് ലോഞ്ച് ആവുക. പിന്നെ എന്തോ വേണം? പിന്നെ ഇനി കണ്ടന്റിന് ക്ഷാമം ഉണ്ടോ? ഇല്ല. ഓക്കെ, ആരൊക്കെയുണ്ട് ബിഗ് ബോസ് പ്രഡിക്ഷൻ ലിസ്റ്റ്? പുള്ളിക്കാർ സീരിയലിലൊക്കെ ഉള്ള ഇല്ലയോ? അനിമോളോ, സ്റ്റാർ മാജിക്കിലെ പൊന്നോമന പുത്രി കളഞ്ഞ്. രേണുസുതി ഉണ്ടോ ബിഗ് ബോസ്? പിന്നെ കണ്ടന്റിന് ക്ഷാമം ഉണ്ടോ? അപ്പൊ പ്രതീക്ഷയും കാണുമല്ലോ. ഇവര് മറ്റേ പുള്ളിക്കാരില്ല, മറ്റേ ഇപ്പത്തെ തലമുറയില് ആണുങ്ങൾ ഏതാ പെണ്ണുങ്ങൾ ഏതാന്ന് കണ്ടാൽ മനസ്സിലാവേ ഇല്ല. അപ്പൊ അവിടെ ഇതിന്റെ പേര് ഒരു തർക്കമൊക്കെ നടക്കാൻ സാധ്യത ഉണ്ടല്ലോ. ശാരിക, ഇവര് മറ്റേ രേണുസുതിയുടെ ഒക്കെ ഇന്റർവ്യൂ ചെയ്തോണ്ടിരുന്നേ. അപ്പൊ ഇവര് രണ്ടുപേരും തമ്മിലുള്ള അടി തന്നെ അവർക്കൊരു 10-15 എപ്പിസോഡ് അങ്ങ് കൊണ്ടുപോവാ. പിന്നെ എന്തുവാ ഇതെനിക്ക് അറിഞ്ഞൂടാ സത്യം പറഞ്ഞാൽ. ഇത് ഞാൻ ആദ്യമായിട്ട് കാണും. ഇവര് കോമഡി ഏതല്ലേ ഇത്? ഈ പറയുന്നത് 99% ആൾക്കാരും അതിനകത്ത് വരാൻ പോകുന്നില്ല. പിന്നെ ഒരാളെങ്ങാനും വന്നാലായി. പിന്നെ ബിഗ് ബോസ് 3 തരം ആൾക്കാർ എന്തായാലും കാണും. 1, കരച്ചിലിനെ പ്രണയിക്കുന്നവര്. 2, 3, ഇണക്കുരുവികള്. ഓക്കെ, പ്രൊമോഷൻ വീഡിയോ ഒന്ന് കാണാം. ആരുടെ ഇത്? റോക്കി ബായ്. നീയൊക്കെ ഇവിടെ വീട്ടിൽ വന്നതേ രസിപ്പിക്കാനോ വേണ്ടിയാണോ അതോ വെറുപ്പിക്കാൻ വേണ്ടിയാണോ? കളിക്കല്ലേ, പൊട്ടിച്ച് കളഞ്ഞേ. കൊണ്ടുപോയി കളഞ്ഞേ. അത്രയും നേരം കൊണ്ടുവന്ന മാസം അവിടെ വെച്ചാൽ കളഞ്ഞേ. ഇതിനേക്കാളും വലിയ തോക്ക് ഇവിടെ അമ്പലത്തിൽ പൊട്ടാസ് പൊട്ടിക്കുന്ന കിട്ടും. ഇവിടെ വീട്ടിൽ വന്നതേ രസിപ്പിക്കാനോ വേണ്ടിയാണോ അതോ വെറുപ്പിക്കാൻ വേണ്ടിയാണോ? കളിക്കല്ലേ, പൊട്ടിച്ച് കളഞ്ഞേ. അടുത്ത ബാക്കിയാണ്. എന്റെ വലിയ ഫാനാണല്ലോ ഞാൻ. ഫാനോ? കൂടുതൽ പതിപ്പിക്കല്ലേ, നിന്നെ ഞാൻ പുതപ്പിച്ച് അതാ നീയൊക്കെ റോക്കി ബായി പതിപ്പിക്കുന്നോടാ. പതിപ്പിക്കും കേട്ടോ. പഴങ്കട്ട് ബിഗ് ബോസ് 10-20 വരെ ഭരിച്ചിരുന്ന റോക്കി ബായിക്ക് പഴം കട്ട് ചെയ്യാറിഞ്ഞൂടെ? അല്ല, ഈ പുള്ളിക്കാരൻ ഈ പ്രൊമോഷന് വരാൻ കാരണം പുള്ളിക്കാരൻ മിക്കവാറും ബിഗ് ബോസ് വരുന്നുണ്ടായിരിക്കുമോ? പുള്ളിക്കാരൻ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തോട്ട് തന്നെ കലിപ്പായിരിക്കും. അപ്പൊ ആളിയാൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. പ്രഡിക്ഷൻ ലിസ്റ്റ് ഒന്നുകൂടെ. ബിഗ് ബോസ് ആയിട്ട് ഓഡിഷൻ കഴിഞ്ഞ് ഏതാണ്ട് പടിവാതിൽക്കൽ വരെ എത്തി നിൽക്കുന്ന 14 പേര്. ആക്ട്രസ് ആയിട്ടുള്ള അനിമോൾ. 8ാമത്തെ പേര് ഞാൻ പറയുന്നത് രേണുസുതി. അപ്പൊ ഞാൻ കുറെ പ്രഡിക്ഷൻ ലിസ്റ്റ് കണ്ടു നോക്കിയപ്പോഴും എനിക്ക് മനസ്സിലായത് അതിനകത്ത് ഏറ്റവും കൂടുതൽ പറയുന്ന പേര് രേണുസുതി ഉണ്ട്, പിന്നെ അനുമോളുണ്ട്. ഈ രണ്ടുപേരുടെ പേര് എല്ലാത്തിലും ആവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഇവര് രണ്ടുപേരും വരാൻ സാധ്യതയില്ല. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇതേവിട്ട് പ്രഡിക്ഷൻ ലിസ്റ്റ് കുറെ കൊണ്ടുവന്നിട്ട് അതിനകത്ത് 30 പേര് പറഞ്ഞത് ഒരാളെങ്ങാണ്ടാ വന്നത്. എന്തായാലും യൂട്യൂബർ ഒരാളും അതിനകത്ത് കൺഫേം ആയിട്ട് കാണും, സീരിയൽ ആർട്ടിസ്റ്റ് ഒരാൾ കൺഫേം ആയിട്ട് കാണും, പിന്നെ ഒരു ബോഡി ബിൽഡർ മസ്റ്റാ ബോഡി ബിൽഡർ. ഓ ചേച്ചി
ഇവര് പറയുന്ന കള്ളമാണെന്ന് മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഇങ്ങനത്തെ മണ്ടത്തരം വിവരക്കേടും കാണിക്കുന്നവരെ ബിഗ് ബോസിന് വേണ്ടേ, എന്നാലേ റീച്ച് ആകത്തുള്ളൂ. കഴിഞ്ഞ 5 സീസൺ കാണുമ്പോൾ നമുക്കറിയാം ഇങ്ങനെയുള്ളവർ വന്നോണ്ടാ ബിഗ് ബോസ് റീച്ച് ആയി പോയത്. എന്തായാലും ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് എങ്ങനെ ആവുമെന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല. കുറെ ഏടിന്റെ പണിയും കൊണ്ടാണ് ലാലേട്ടൻ വരുന്നതെന്നൊക്കെ പറയുന്നത് കേട്ട്. നമുക്കതൊക്കെ കണ്ടു നോക്കിയാലേ ഇനി അറിയത്തുള്ളൂ. അപ്പോൾ കുറെ പേര് എനിക്ക് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ വന്ന് മെസ്സേജ് ഇട്ടായിരുന്നു ബിഗ് ബോസ് റിയാക്ഷൻ ചെയ്യുന്നു പറഞ്ഞുകൊണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇട്ടത്. എന്തായാലും ഇതിൽ നിന്ന് കുറെ കണ്ടന്റ് കിട്ടും എന്നുള്ളത് ഒരു തർക്കമൊന്നുമില്ല. അപ്പോൾ ഇനിയും നമ്മൾ ഇതിന്റെ റിയാക്ഷൻ വീഡിയോ ആയിട്ടൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോഴേ എല്ലാവരും ലൈക്കും ചെയ്ത് സബ്സ്ക്രൈബും ചെയ്തതിന്റെ സപ്പോർട്ട് നല്ലോണം ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത പാട്ടായിട്ട് വരത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കാം. 10K സബ്സ്ക്രൈബേഴ്സ് ആവാറായിട്ടുണ്ട്. എല്ലാവരും ചെയ്തേക്കാം. അടുത്ത വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.